ഗവൺമെന്റ് നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ കണക്ക് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചിൽ ഹാജരാക്കിയില്ല. ഹൈക്കോടതിയുടെ അതൃപ്തി വന്നു കഴിഞ്ഞു. ഇപ്പോഴത്തെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ എന്ത് ചെയ്യുമെന്നാണ് നോക്കുന്നത്. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 20 അയ്യപ്പ സംഗമം നടത്താൻ ഗവൺമെന്റ് തീരുമാനമെടുത്തത്. അതിന് ദേവസ്വം ബോർഡിന്റെ പണമൊന്നും ആവശ്യമില്ല, ഗവൺമെന്റിന്റെ പണമൊന്നും ആവശ്യമില്ല, സ്പോൺസേഴ്സ് അതിന്റെ പണം നൽകും എന്നാണ് ഗവൺമെന്റ് പറഞ്ഞത്. അങ്ങനെ അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 പമ്പയിൽ നടത്തി. എന്തിനാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സ്വാമി അയ്യപ്പനെ പ്രകീർത്തിച്ചു കൊണ്ട് ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഭക്തജനങ്ങൾ ദൈനംദിനം കൂടിക്കൂടി വരികയാണ് ശബരിമലയിൽ. പിന്നെ അതിനൊരു പ്രൊപ്പഗണ്ടായും അതിനൊരു പബ്ലിസിറ്റിയും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. സ്വാമി അയ്യപ്പനെ കാണാനായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ എത്തുന്നുണ്ട്. അത് നിർബാധം വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ടം കാരണം അവർ 45,000 50,000 പേരെ ഒരു ദിവസം അയ്യപ്പ ദർശനം അനുവദിച്ചുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇരട്ടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ആവശ്യം ഇല്ലായിരുന്നു, അത് അനാവശ്യമായിരുന്നു എന്നാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അതിനെന്തിനാണ് 3-3.5 കോടി രൂപ ചെലവാക്കിയത്? സർക്കാരിന് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിരിക്കുന്ന സന്ദർഭമാണ്. 3-3.5 കോടി അയ്യപ്പ സംഗമത്തിന് ചെലവാക്കി പമ്പയിൽ. ആ പണം സ്പോൺസർമാർ തരും, സർക്കാരിൻ്റെ പണം ആവശ്യമില്ല, ദേവസ്വം ബോർഡിൻ്റെ പണം ആവശ്യമില്ല എന്നൊക്കെ ഹൈക്കോടതി പറഞ്ഞെങ്കിലും സമയമായപ്പം പണം ലഭിക്കാതെ വന്നപ്പം ദേവസ്വം ബോർഡിൽ നിന്ന് 3-3.5 കോടി ചെലവാക്കി അയ്യപ്പ സംഗമം നടത്തി. അന്നേരം ഒരു വാക്കൂടെ പറഞ്ഞിരുന്നു, ഈ പണം സ്പോൺസേഴ്സിന്റെ ഭാഗത്തു നിന്ന് പണം എത്തുമ്പോൾ അത് ദേവസ്വം ബോർഡിലേക്ക് അടച്ചോളാം. ഏതായാലും 2025 സെപ്റ്റംബർ 20 വളരെയധികം പബ്ലിസിറ്റിയോടുകൂടി അയ്യപ്പ സംഗമം നടത്തി. പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും എത്തിയില്ല. അതൊരു പരാജയമായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇതിനെ സംബന്ധിക്കുന്ന കണക്കുകൾ, വരവ് ചില കണക്കുകൾ 45 ദിവസത്തിനകം സ്പെഷ്യൽ കമ്മീഷണറെ ഏൽപ്പിക്കണമെന്നും അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഹാജരാക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ. അങ്ങനെയാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ഡിവിഷൻ ബെഞ്ച് ഇവർക്ക് അംഗീകാരം കൊടുത്തത്. സെപ്റ്റംബർ 20 2025 45 ദിവസത്തിനകം വരവ് ചില കണക്കുകൾ ഹാജരാക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചത്. നവംബർ 5 തീർച്ചയായിട്ടും ആ 45 ദിവസം തികയുന്ന സമയം കണക്ക് കൊടുക്കണമായിരുന്നു. പക്ഷെ ആ സമയത്ത് ദേവസ്വം കമ്മീഷണർക്ക് ആ കണക്കുകളൊന്നും കൊടുത്തുമില്ല. ആ സമയത്ത് ഹൈക്കോടതിയിൽ 1 മാസം കൂടെ സമയം ചോദിച്ചു. കാരണം കണക്കുകൾ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ചാർട്ടേഡ് അക്കൗണ്ട് കൂടെ പരിശോധിക്കണം. അതുകൊണ്ട് ആണ് താമസിക്കുന്നത്. 1 മാസം കൂടെ സമയം വേണം എന്ന് പറഞ്ഞു. 1 മാസം കൂടെ സമയം ഹൈക്കോടതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ 1 മാസം കഴിഞ്ഞപ്പം കണക്കുകൾ ഹാജരാക്കിയില്ല. ഡിസംബർ 5 2025 കണക്കുകൾ ഹാജരാക്കണമെന്നും വീണ്ടും 1 മാസം കൂടെ ഇനി സമയം തരില്ല, ഹാജരാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ജനുവരി 5 ഹൈക്കോടതിയിൽ ഈ കണക്ക് ഹാജരാക്കണമായിരുന്നു. എങ്ങനെയായാലും 45 ദിവസത്തെ സമയം കഴിഞ്ഞ് പിന്നെ ഒരു 30 ദിവസം 75, പിന്നെ ഒരു 30 ദിവസം 105 ദിവസം ജനുവരി 5 കൊണ്ട് തീർന്നു. കണക്ക് ഹാജരാക്കിയില്ല. സ്പോൺസർമാർ വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല. കാരണം സ്പോൺസർമാരാണല്ലോ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനകത്ത് അകത്തായത്. അവരിൽ കൂടെയല്ലേ പണം ലഭിക്കുകയുള്ളൂ. അപ്പം അതിന് സാധ്യതയില്ല. അതുകൊണ്ട് പണം ചെലവായി അത് ദേവസ്വം ബോർഡിന് അത്ര നഷ്ടം വന്നു. സ്പോൺസർമാരാരും ഇനി വരാനുള്ള സാധ്യതയും കുറവാണ്. ആ പണം സ്പോൺസർമാരിത് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ കണക്ക് വേണം. വരവ് ചില കണക്കുകൾ കൃത്യമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുമ്പിൽ ഹാജരാക്കണം. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ആ സമ്മേളന സമയത്തുള്ളായിരുന്ന പ്രസിഡന്റ് അദ്ദേഹം മാറിപ്പോയി. പകരം ജയകുമാർ IAS ആണ് എത്തിയത്. അദ്ദേഹം ആ കണക്ക് ഹാജരാക്കേണ്ടി വരും. അദ്ദേഹത്തിന് ആ കണക്ക് ഹാജരാക്കണമെങ്കിൽ ദേവസ്വം കമ്മീഷണർ എടുത്ത്
ആ ചാർട്ടേഡ് അക്കൗണ്ട് വരവ് ചില കണക്കുകൾ ഹാജരാക്കണം. ചാർട്ടേഡ് അക്കൗണ്ടിന് ഹാജരാക്കിയ കണക്ക് കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയോ അല്ലെ ഹൈക്കോടതിയെ ഏൽപ്പിക്കണം. ഇതാണ് വ്യവസ്ഥ. പക്ഷെ ഇതൊന്നും നടന്നില്ല. എന്തായാലും സ്പോൺസർമാർ ആരാണ് പണം തരാമെന്ന് ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോട് പറഞ്ഞത്? ഗവൺമെന്റിനോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് മന്ത്രിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധിപൻ എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയാണ്. കാരണം സംഗമത്തിന് അനുമതി ലഭിക്കുമ്പോൾ ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ അവിടെ വന്നിരുന്നു. അതിൻ്റെ മേൽനോട്ടം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നു അവിടുത്തെ മുഖ്യാതിഥി. ഉദ്ദേശിക്കുന്ന ആളൊന്നും അവിടെ എത്തിയില്ല. സംഗമത്തിന് വളരെയധികം സീറ്റുകൾ കാലിയായി കിടക്കുന്നത് കണ്ടു. പ്രതീക്ഷിച്ച ആളൊന്നും എത്തിയില്ല. പ്രതീക്ഷിച്ച പണവും വന്നില്ല. ഇപ്പം വലിയ സംഗമ വൃത്തത്തിൽ തന്നെയാണ് ആ ദേവസ്വം ബോർഡും അതിൻ്റെ കീഴിലുള്ള ദേവസ്വം കമ്മീഷണറും. കാരണം എങ്ങനെ കണക്കുണ്ടാക്കി കൊടുക്കും, എന്ത് കണക്ക് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അങ്ങനെ ഒരു സംഗമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. വെറുതെ 3-3.5 കോടി രൂപ എന്തിന് ചെലവാക്കി? പക്ഷേ അത് കൂടുതൽ ചെലവാക്കിയിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അത്രയും രൂപ ചെലവ് വരും ഈ സംഗമത്തിനായിരുന്നു നമ്മളെല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ കണക്ക് ഹാജരാക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ ഉള്ള പണം ഇങ്ങോട്ട് വഴിമാറ്റി ചെലവാക്കിയിരിക്കുന്നു. ഒരു കാര്യമില്ലാതെ ചെലവാക്കിയെന്നാണ് ഇപ്പം വരുന്ന വാർത്ത. രണ്ടാമത്, ദേവസ്വത്തിലെ പാവപ്പെട്ട ധാരാളം ജീവനക്കാരുണ്ട്. അവർക്കൊക്കെ പലർക്കും, ആ ജീവനക്കാർക്കാർക്കും പലർക്കും വീടുകൾ പോലുമില്ല. വളരെ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ദേവസ്വത്തിലെ ആൾക്കാർ, കഴകക്കാർ ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കാനും അങ്ങനെയുള്ളൊരു സംഭവത്തിന്, അങ്ങനെ ഒരു സംരംഭത്തിന് ഈ 3-3.5 കോടി ഉപയോഗിക്കാമായിരുന്നു. വെറുതെ ഒരു സംഗമം നടത്തി പണം അനാവശ്യമായി ചെലവാക്കി കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പണവും കുറച്ച് അതിനുള്ള കമ്മീഷനും കിട്ടിയെന്നല്ലാതെ മറ്റ് പ്രയോജനങ്ങളൊന്നും ഈ സംഗമത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് വരുന്നത്. എന്തായാലും ഡിസംബർ 5 കൊടുക്കേണ്ടത് ആ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കേണ്ട റിപ്പോർട്ട് ഇതുവരെ ഹാജരായില്ല. ജനുവരി 5 കഴിഞ്ഞിട്ടും ഹാജരായില്ല. ഇനി എന്ന് ഹാജരാക്കും എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഹൈക്കോടതി ഇനി സമയം കൊടുക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു ഡിവിഷൻ ബെഞ്ച്. അതുകൊണ്ട് ആൾക്കാർ എല്ലാവരും കൗതുകത്തോടെയാണ് ഇത് നോക്കിയിരിക്കുന്നത്. ഇത് എന്തിനാണ് ഈ കണക്കുകൾ ഇത്രയും താമസിപ്പിക്കുന്നത്? വരവ് ചിലവ് കണക്കെല്ലാം കൃത്യമായിട്ട് അവിടെ ചിലവാകുന്നതൊക്കെ ഉണ്ടാവുമല്ലോ. 45 ദിവസത്തിനകം കൊടുക്കാമായിരുന്നല്ലോ. പക്ഷെ എന്തുകൊണ്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് അതേപ്പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്കിനി അറിയാൻ കഴിയുന്നത്.